പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പ്രിയാർഹയും പ്രിയഭാഷിണിയുമായ സീതാദേവി പ്രണയകോപത്തോടുകൂടി ഭർത്താവിനോട് പറഞ്ഞു, നരവരന്മാരിൽ ഉത്തമോത്തമനായ അവിടുന്ന് വെറും പതിരു പോലെയുള്ള വാക്കുകൾ പറയുന്നത് കഷ്ടം തന്നെ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പ്രഭോ, അച്ഛൻ, അമ്മ, സഹോദരൻ തുടങ്ങി എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ നന്മയും തിന്മയും അവർ അനുഭവിക്കുന്നു. എന്നാൽ ഭർത്താവിനുണ്ടാകുന്ന സുഖവും ദുഃഖവുമാണ് ഭാര്യയ്ക്കുള്ളത്. വനവാസത്തിനുള്ള കൽപ്പന അവിടത്തേക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കും അത് കിട്ടിക്കഴിഞ്ഞുവല്ലോ. പിതാവോ മാതാവോ പുത്രനോ സ്നേഹിതനോ അല്ലല്ലോ ഞാൻ. ഇഹത്തിലും പരത്തിലും ഒരു സ്ത്രീക്ക് പതിയാണ് തുണ. അവിടുന്ന് അപ്പോൾ വനത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണെങ്കിൽ മുള്ളുപോലെയുള്ള ദർഭകൾ ചവിട്ടി മെതിച്ച് അവിടുത്തെ തൃപ്പാദങ്ങൾ വെക്കേണ്ട സ്ഥലം മൃദുവാക്കി മുന്നിൽ നടക്കുന്നത് ഞാനാണ്. വെള്ളം കുടിച്ച് ബാക്കി ആകുന്നത് പോലെയുള്ള ഈർഷ്യയും കോപവും അടക്കി അവിടുന്ന് എന്നെ നിസ്സംശയം കൊണ്ടുപോകണം. വീരനായ മഹാപ്രഭോ, ഒരു തരത്തിലുള്ള പാപവും ഞാനിതുവരെ ചെയ്തിട്ടില്ല. മനോഹര മണിമന്ദിരങ്ങൾ, വിമാനങ്ങൾ, സ്വർഗജീവിതം, ഇതിലെല്ലാം മികച്ചത് ഭർതൃപാദ തണലാണ് എനിക്ക്. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളെ വിശദമായി തന്നെ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ധർമാനുഷ്ഠാനത്തെപ്പറ്റി അവിടുന്ന് ഇനിയൊന്നും പറയേണ്ട. ചെന്നായ, നരി, പുലി തുടങ്ങിയ ഹിംസ്രമൃഗങ്ങൾ നിറഞ്ഞതും വിജനവുമായ ഘോരാരണ്യത്തിലേക്ക് ഞാനും ഒന്നിച്ചു വരുന്നു. അച്ഛൻ്റെ അരമനയിലെന്ന പോലെ അവിടത്തോടൊന്നിച്ച് സസുഖം ഞാൻ ജീവിക്കും. 3 ലോകങ്ങളെപ്പറ്റിയും ഞാൻ ചിന്തിക്കില്ല. ബ്രഹ്മചര്യ വ്രതത്തോടെ അവിടുത്തെ ശുശ്രൂഷിച്ച് മധുഗന്ധിയായ വനങ്ങളിൽ ഞാൻ രമിച്ചുകൊള്ളാം. ഏതൊരു ജീവിയെയും പ്രത്യക്ഷമായും പരോക്ഷമായും കാത്തുരക്ഷിക്കുവാൻ കഴിവുള്ള അവിടുത്തേക്ക് കാട്ടിൽ എന്നെ രക്ഷിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളതല്ലേ? അവിടുത്തെ ഒന്നിച്ച് ഞാനുണ്ട്. എൻ്റെ ഈ നിശ്ചയം മാറ്റി തീർക്കുവാൻ സാധിക്കുന്നതല്ല. ഞാൻ കായ്കനികൾ ഭക്ഷിച്ച് ദിവസവും തൃപ്തിയായി തീരും. എന്നെക്കൊണ്ട് യാതൊരു അലട്ടും അവിടുത്തേക്ക് ഉണ്ടാകുകയില്ല. മാമലകൾ, നദികൾ, പൊയ്കകൾ, വനങ്ങൾ തുടങ്ങിയവ നിർഭയമായി അവിടുത്തോടൊരുമിച്ച് കാണുവാൻ അത്യാഗ്രഹമുണ്ട്. അരയന്നങ്ങൾ, കുളക്കോഴികൾ, താമരപ്പൂവുകൾ എന്നിവ കൊണ്ട് ലാലസിക്കുന്ന തടാകങ്ങളിൽ നിയമചര്യയിൽ ഇരിക്കുന്ന എനിക്ക് പ്രതിദിനം അവിടുത്തോടൊന്ന് സ്നാനം ചെയ്യുവാൻ അത്യാഗ്രഹമുണ്ട്. 14 ആണ്ടല്ലേ, 10,000 ആണ്ടുകൾ ആണെങ്കിലും അവിടുത്തോടൊന്നിച്ച് കാട്ടിൽ വസിക്കുന്നത് എനിക്ക് സന്തോഷം ഏറിയതാണ്. പുരുഷവ്യാഘ്രനായ അവിടുത്തെ സമീപത്താണെങ്കിൽ സ്വർഗവാസം കൂടി ആരാഗ്രഹിക്കും? അവിടുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗവും വേണ്ട. ദുഷ്ടമൃഗപൂരിതവും വാനര ഗജാലംകൃതവുമായ ദുർഗമാരണ്യത്തിലേക്ക് ഞാനും വരുന്നു. എൻ്റെ അച്ഛൻ്റെ അരമനയിൽ എന്ന പോലെ സസന്തോഷം അവിടുത്തെ പാദ ശുശ്രൂഷ ചെയ്ത് ഞാൻ ജീവിച്ചു കൊള്ളാം. അവിടുത്തോടുള്ള സുസ്ഥിര ഭക്തിയാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. മറ്റു യാതൊരു ചിന്തയും ഇല്ലാതെ ഭർത്തൃ സമീപത്തിൽ ഞാൻ വസിക്കാം. എന്നെക്കൊണ്ട് യാതൊരു വിഷമവും ഉണ്ടാകില്ല. എൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞാൽ മരണമാണ് എനിക്ക് ആശ്വാസം തരിക. സീതാദേവി ഇത്രയെല്ലാം പറഞ്ഞിട്ടും നൃപവരരത്നമായ ശ്രീരാമൻ വനവാസ ദുഃഖത്തെ വ്യക്തമായി പറഞ്ഞ് ദേവിയെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ധർമ്മജ്ഞയായ സീതാദേവി ബാഷ്പാകുലാക്ഷിയായി കണ്ടിട്ടും ആ ധർമ്മ സ്വരൂപി വനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉദ്ദേശിച്ചില്ല. കാരണം കാട്ടിലുള്ള ദുഃഖങ്ങൾ തന്നെ ദേവിയുടെ നിശ്ചയം പിൻവലിക്കുവാൻ വേണ്ടി ഇപ്രകാരം പറഞ്ഞു. സീതേ, അതിശ്രേഷ്ഠമായൊരു വംശത്തിലാണ് ദേവി ജനിച്ചിട്ടുള്ളത്. ധർമ്മമാർഗത്തിൽ നിന്ന് അണുമാത്രമെങ്കിലും വ്യതിചലിക്കരുത്. തന്നിഷ്ടം പോലെ നടക്കരുത്. സുകുമാരാംഗിയായ ദേവി, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ദുർഗമമായ അരണ്യവാസ ദുഃഖം സഹിക്കുവാൻ ഭവതിക്ക് സാധ്യമല്ല. കാട്ടിലെ കഷ്ടങ്ങൾ ഞാൻ പറയാം. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഞാൻ പറയുന്നത് പോലെ ഇവിടെ താമസിക്കുക. വനവാസ ചിന്ത തന്നെ ഉപേക്ഷിക്കൂ. ദേവിയുടെ സുഖജീവിതത്തെപ്പറ്റി അത്രയധികം ആഗ്രഹം ഉള്ളതിനാലാണ് ഇപ്രകാരം പറയുന്നത്. അടവിയിൽ എല്ലായിടത്തും ദുഃഖം മാത്രമേ ഉള്ളൂ. സുഖമെന്നത് കാണുന്നതേ അല്ല. പർവ്വത ഗുഹകളിൽ പാർക്കുന്ന സിംഹങ്ങളുടെ അലർച്ച മലഞ്ചോലകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നടുങ്ങും. മതമത്തരായ ക്രൂരജന്തുക്കൾ അങ്ങിങ്ങ് കൂത്താടുന്നത് കാണുമ്പോൾ ധീരഹൃദയം കൂടി ചഞ്ചലമായി തീരും. അതുകൊണ്ട് ദേവി, കാനനവാസം ദുസ്സഹമാണ്. ചേറാണ്ട തീരപ്രദേശങ്ങൾ, മുതലകൾ നിറഞ്ഞ കയങ്ങൾ എന്നിവ കൊണ്ട് മധ്യാനകൾ കൂടി കടക്കുവാൻ വിഷമേറിയ കാട്ടാറുകൾ വിചാരിച്ചാൽ തന്നെ കാനനവാസം ദുസ്സഹമാണ്. ചില സ്ഥലങ്ങളിൽ സമൃദ്ധങ്ങളായ മുൾച്ചെടികളാൽ ദുർഗമം, അന്തരീക്ഷമാകട്ടെ കാട്ടുകോഴികളുടെ കർണകഠോരമായ കൂജനങ്ങളാൽ മുഖരിതം, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ചുറ്റുപാട്. ഹേ മൈഥിലി, കാനനവാസം ദുസ്സഹമാണ്. പഴുത്തു വീണ ഇലകളാണ് മെത്ത. കായ്ക്കനികൾ കൂടി കിട്ടാതെ പല ദിവസങ്ങളിലും പട്ടിണി തന്നെ വേണ്ടിവരും.
ജടാഭാരം ചുമന്ന് മരവുരി ധരിച്ച് പ്രതിദിനം ദേവന്മാർക്കും പിതൃക്കൾക്കും വന്നുചേരുന്ന അതിഥികൾക്കും യഥാവിധി പൂജിക്കണം. വ്രതചര്യയോടുകൂടി 3 നേരവും ദിവസവും കുളിക്കണം. പ്രിയപ്പെട്ട വൈദേഹി, കാനനവാസം അത്യന്ത ദുസ്സഹമാണ്. അവനവൻ തന്നെ കൊണ്ടുവന്ന പുഷ്പങ്ങളാൽ ആർഷവിധി അനുസരിച്ച് അഗ്നിവേദിയിൽ അർച്ചിക്കണം. ഭക്ഷണം വളരെ ചുരുക്കുക മാത്രമല്ല, കിട്ടുന്നതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകണം. വനചരന്മാരുടെ നിയമമാണത്. കൊടുങ്കാറ്റ്, കൂരിരുട്ട്, കൊടിയ വിശപ്പ്, ഘോരഭയം ഇവയാണ് സദാ പിന്തുടരുക. ഇങ്ങനെ നോക്കുമ്പോൾ കാനനവാസം ദുസ്സഹമാണ്. നദിയെപ്പോലെ വളഞ്ഞിഴഞ്ഞ് മാർഗം മുടക്കി കിടക്കുന്ന വലിയ മലമ്പാമ്പുകൾ, മതത്തോടുകൂടി ഇഴഞ്ഞു കളിക്കുന്ന ഉഗ്രസർപ്പങ്ങൾ, പാറ്റ, തേൾ, പുഴു, കാട്ടീച്ച, കൊതുക് തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം എപ്പോഴും. പ്രിയപ്പെട്ട ജാനകി, കാനനവാസം അത്യന്ത ദുസ്സഹമാണ്. മൂർച്ചയേറിയ മുള്ളുകൾ, തഴച്ചു നിൽക്കുന്ന ദർഭപ്പുല്ലുകൾ, ആറ്റുദർഭകൾ എന്നിവ കൊണ്ട് പദമൊന്ന് ഊന്നുവാൻ കൂടി വിഷമമായ കാനനം എത്രമാത്രം ദുസ്സഹമാണ്. വനവാസികൾക്ക് ഉണ്ടാകുന്ന കായക്ലേശവും ഭയവും അനിർവചനീയമാണെന്ന് മനസ്സിലാക്കൂ. ക്രോധത്തെയും ലോഭത്തെയും ഉപേക്ഷിക്കണം. എപ്പോഴും തപസ്സിലായിരിക്കണം മനസ്സ്. എല്ലായിടത്തും ഭയം പതിയിരിക്കുന്ന കാനനത്തിൽ പേടിയില്ലാതെ വസിക്കണം. ഇങ്ങനെ എങ്ങാനും നോക്കിയാലും ദേവിക്ക് അനർഹമായതാണ് അരണ്യവാസം. അല്പമൊന്ന് ആലോചിച്ചാൽ വ്യക്തമാകും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.